നമ്മുടെ ഒരു കയ്യിൽ പ്രാചീനതയും മറ്റേ കയ്യിൽ ആധുനികതയും വെക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് അല്ലെങ്കിൽ മഞ്ഞൾ അരച്ചാണ് ചില വെജിറ്റബിൾസൊക്കെ പാചകം ചെയ്യുന്നത്, തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ സുഗന്ധം ഉപ്പിട്ടിട്ട് അതിൻ്റെ ഉപ്പും മഞ്ഞളും കൂടെ ലയിച്ച് വെജിറ്റബിൾസിൻ്റെ ആ മണം സുഗന്ധം അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ആ അന്തരീക്ഷ വായുവാണ് നമ്മളെല്ലാം ശ്വസിക്കുന്നത്. കിച്ചണിൽ നിന്നും വരുന്ന പുക മാരകമല്ല, അത് നമുക്ക് ശ്വസിക്കുവാൻ പാകത്തിനുള്ളതാണ്. അത് നാനോ ഫുഡാണ്. നാനോ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വളരെ മൈക്രോ ആയിട്ടുള്ള ഫുഡാണ്. അത് നമ്മുടെ ശ്വസിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ വായുവിനെ പുറത്ത് കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചില സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോവുകയും അങ്ങനെയൊക്കെ വരുമ്പോഴും മാത്രമേ അത് ശ്വസിക്കാതിരിക്കാവുള്ളൂ. മഞ്ഞളിട്ട് വേവിക്കുന്നത്, വെജിറ്റബിൾസൊക്കെ വേവിക്കുമ്പോൾ, നമ്മുടെ സാധാരണ സ്പൈസസ് ഒക്കെ ഇട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം നമ്മൾ ശ്വസിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണെന്ന് നമ്മുടെ ഋഷിമുനികൾ പറഞ്ഞു തരുന്നു. കഷായം വെക്കുമ്പോഴും അതുപോലെ മരുന്നുകളൊക്കെ കഷായങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ സുഗന്ധങ്ങളൊക്കെ അന്തരീക്ഷത്തിലേക്ക് വന്ന് അത് നമ്മൾ ശ്വസിക്കും. ആവി പിടിക്കുക എന്ന് പറയത്തില്ലയോ? അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്കൊക്കെ മഞ്ഞളൊക്കെ ഹോമത്തിനൊക്കെ അർപ്പിക്കുന്നുണ്ട്. സ്പൈസസും ചന്ദനവും എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ വെള്ളിയും സ്വർണവും ഒക്കെ അതിനകത്ത് ഇടുകയാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെയൊക്കെ പുക നമ്മൾ ശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അത് ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ട് ബ്ലഡിലേക്ക് നേരെ അങ്ങ് ചെല്ലുക. ആഹാരത്തിൽ നിന്ന് അത് സ്വീകരിക്കേണ്ടുന്ന കാര്യമില്ല, അത് ബ്ലഡിലേക്ക് നേരെ ചെല്ലുന്നു. അപ്പോൾ ഇത് സാധാരണ മഞ്ഞളാണ്, ഇത് കസ്തൂരി മഞ്ഞൾ. രണ്ടും വിളവെടുത്ത് കുറച്ച് ചെടി ഉണ്ടായിരുന്നതിൽ നിന്ന് കിട്ടിയതായത്. അപ്പോൾ ഇതിൻ്റെ നിറം കണ്ടോ? ഇത് ആൻറ്റി ട്യൂമർ ആക്ടിവിറ്റി ഉണ്ടെന്നാണ് ഈ കസ്തൂരി മഞ്ഞളിന് പറയുന്നത്. ഇതൊക്കെ കാലങ്ങൾ തെളിയിക്കണം, ഇതിൻ്റെയൊക്കെ മെഡിസിനൽ. അപ്പോൾ അതൊക്കെ പുറത്ത് വരണം. അപ്പം നമ്മൾ അത് കൊള്ളൂല ഇത് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാം നമുക്ക് റിസർച്ചുകൾ പോലെയുള്ള കാര്യങ്ങൾ വന്ന് തെളിഞ്ഞ് പുറത്ത് വരണം. ഇപ്പം ആഹാരം പാകം ചെയ്യാനാണെങ്കിലും ശരി തന്നെ, മരുന്നായിട്ട് ഉപയോഗിക്കാനാണെങ്കിലും ഒക്കെ ശരി തന്നെ. ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ധാരാളം കാര്യങ്ങൾ കാണും. അപ്പം നമുക്ക് പെട്ടെന്ന് ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പാകത്തിന് ഇതിനെയൊക്കെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ മോഡേൺ മെഡിസിൻ്റെ ഗുണം അതല്ലേ, വളരെ പെട്ടെന്ന് ആക്ട് ചെയ്ത് അത് ശരീരത്തിന് യോഗ്യമായ രീതിയിൽ മാറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ആയുർവേദത്തിൽ നിന്ന് വന്നത് തന്നെയാണ് ഇതെല്ലാം, അല്ലാതെ മെഡിസിനൊന്നും ഈ ലോകത്തില്ല. പിന്നെ കുറേ ഉപകരണങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉപകരണങ്ങളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. സ്വർണം കൊണ്ടുള്ള ഓപ്പറേഷണൽ ഉപകരണങ്ങളാണ് വേദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആയുർവേദം എന്ന് പറയുന്നത്, ആയുർവേദത്തിൽ നിന്നാണ് അറ്റോമിക് തിയറികൾ മുഴുവൻ പുറത്തു വന്നിരിക്കുന്നത്. കണാദനും വൈശേഷികവും എല്ലാം ആദ്യമേ ആയിരുന്നാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ കാണുക.